ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേഹ ഫുഡ് സ്റ്റോറി ചാനലിൽ ഒരുപാട് വെറൈറ്റി ബിരിയാണികളും അതുപോലെ ഒരുപാട് വെറൈറ്റി റൈസുകളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റെസിപ്പികളും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. വൈറ്റ് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ സോഫിയാനി ബിരിയാണി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ റൈസിൻ്റെ പ്രത്യേകത ഇത് വൈറ്റ് കളറിലാണ് റൈസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനും നല്ല വൈറ്റ് കളറിലായിരിക്കും കേട്ടോ ഇരിക്കുക. അപ്പം നമ്മൾ വൈറ്റ് കളർ കൊടുക്കാനായിട്ടുള്ള മസാലകൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വഴറ്റുകയോ മസാല വഴറ്റിയെടുക്കുകയോ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക ബിരിയാണി, എന്ന നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ സൂഫിയാനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചോളും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എരിവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. കാരണം നമ്മളിതിൽ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ചേർക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ പെപ്പറാ ചേർക്കുന്നത് വെച്ചാൽ കളറ് മാറാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല പുളിയുള്ള തൈര് തന്നെയാണ്. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1 നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ സവാളയൊന്നും വഴറ്റിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ വൈറ്റ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാളയൊന്നും വഴറ്റിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. 1/2 കപ്പോളം മല്ലിയിലയും കുറച്ച് പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിന്മേൽ നന്നായി പുരണ്ടിരിക്കണം. പിന്നെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു അത്രയും സമയം നമ്മുടെ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ബിരിയാണി നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഗരം മസാല പൊടിയായിട്ടല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് മസാലയുടെ കളറ് മാറാൻ സാധ്യത ഉണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ സജീരകം, 5 ഗ്രാമ്പു, 5 ഏലക്ക, പിന്നെ ജാതിപത്രിയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കോലത്തിൻ്റെ 4 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള 5 കഷ്ണം പട്ട. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല പൊടിയായിട്ട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് മസാലയുടെ കളർ നഷ്ടപ്പെടും. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്ത കൂട്ടത്തിൽ ഇത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഞാനിതിവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് സെല്ല ബസ്മതി റൈസ് 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നല്ല നീളത്തിലുള്ള അരി നമുക്ക് കിട്ടും. അതുപോലെ ബസ്മതി റൈസ് വൈറ്റ് തന്നെ എടുക്കണം കേട്ടോ, ബ്രൗൺ കളർ എടുക്കരുത്. അപ്പോൾ ഇത് നന്നായി കഴുകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതെ വിട്ട് തന്നെ കിട്ടും. പിന്നെ നല്ല സോഫ്റ്റും ആവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ സജീരകം, 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു തക്കോലത്തിൻ്റെ ചെറിയ പീസ്, പിന്നെ ജാതിപത്രിയുടെയും തന്നെ ഒരു ചെറിയ പീസ് കേട്ടോ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കണ്ടിട്ട് ആവശ്യത്തിന് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/4 വേവാവുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനിൽ റൈസ് ഇട്ടിട്ടാണ് ബാക്കിയുള്ള വേവൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 വേവാകുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കണം.
അപ്പോൾ റൈസിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ റൈസ് എടുത്തിട്ട് പൊട്ടിച്ചാൽ പൊട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും മതി, ഒത്തിരി ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് പൊട്ടിച്ചാൽ പൊട്ടുന്ന ഈ പരുവം, ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ നമുക്ക് റൈസൊക്കെ ഊറ്റിയെടുക്കാം. നമ്മൾ റൈസ് വേവിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഏത് പാനിലാണോ ബിരിയാണി ദം ചെയ്യുന്നത് ആ പാനിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ പാനിലോട്ട് നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. നല്ല വൈറ്റ് കളറിലാണ് ഇപ്പോൾ നമ്മുടെ മസാല ഇരിക്കുന്നത്. റൈസ് ഊറ്റിയെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദം ചെയ്യുന്ന പാനിലോട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ രണ്ടും ഒരേ ടൈമിലാണ് ചെയ്യേണ്ടത്, പക്ഷെ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫിയാനി ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല റിച്ചാണ്, അതുപോലെ റോയൽ ബിരിയാണിയാണ്. അപ്പോൾ ഇത് റോയൽ അതുപോലെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാഷ്യൂനട്ട് പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ക്യാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻസൊക്കെ ബദാമാണ് കേട്ടോ അരച്ചിട്ട് ചേർക്കുക, പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബദാമിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ക്യാഷ്യൂനട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്യാഷ്യൂനട്ട് ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബദാമാണ് അരച്ചിട്ട് ചേർക്കാൻ താല്പര്യമെങ്കിൽ 100 ഗ്രാം ബദാം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് ആദ്യം ചേർക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് മാത്രമേ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് അരച്ച മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 100 ഗ്രാം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു 50 ഗ്രാമെങ്കിലും അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് ചേർക്കാൻ നോക്കട്ടോ, എന്നാലാണ് നമ്മുടെ ബിരിയാണിക്ക് ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നല്ല റോയൽ ആൻഡ് റിച്ച് വൈറ്റ് ബിരിയാണിയാണിത്. ഇനി നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള റൈസ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പം നമ്മൾ ഊറ്റിയെടുത്ത ഉടനെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏലക്ക ഗ്രാമ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. നമ്മുടെ വൈറ്റ് കളറിലാണല്ലോ നമ്മുടെ ബിരിയാണി ഇരിക്കേണ്ടത്. അപ്പോൾ റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഗ്രീൻ ബിരിയാണി അഥവാ ഹരിയാലി ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇതും ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ ആദ്യം കുക്ക് ചെയ്യുന്നില്ല, ദം ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കനൊക്കെ കുക്കാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉരുക്കിയ നെയ്യാണ് ചേർക്കുന്നത്. ഇത് മിൽമയുടെ നെയ്യാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. റോസ് എസൻസ് അല്ല, റോസ് എസൻസ് ഒക്കെ ആണെങ്കിൽ 1 ഡ്രോപ്പൊക്കെ ചേർത്താൽ മതി. റോസ് വാട്ടറാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പം ഞാൻ റോസ് വാട്ടർ ചേർക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അത് ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇനി വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ദം ചെയ്തെടുക്കാൻ. അപ്പോൾ അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, 10 മിനിറ്റിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് ദമ്മായി കിട്ടും ചെയ്യും. ചിക്കനൊക്കെ നന്നായിട്ട് വേവും, അടി പിടിക്കുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ റൈസൊക്കെ ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സിൽവർ ഫോയിൽ പേപ്പർ മാറ്റാട്ടോ, നല്ല ചൂടാണ് ഇപ്പോൾ ഈ പേപ്പറിന്, കൈയൊക്കെ പൊള്ളി പോണുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തൈരൊക്കെ ചേർത്തിരുന്നല്ലോ, അതുപോലെ അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റും അതിൻ്റെ വെള്ളവും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടി പിടിക്കുന്നില്ല, പേടി വേണ്ട കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിലൊരു തട്ട് വെച്ചതിന് ശേഷം ദം ചെയ്തെടുക്കുക, ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ റൈസും ചിക്കനൊന്നും അടി പിടിക്കുന്ന പേടി വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം. കണ്ടോ, ചിക്കനൊക്കെ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തൈരൊക്കെ ചേർത്ത് കാരണം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ വെക്കുക. അപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചോളും. അതുപോലെ നന്നായിട്ട് ചിക്കൻ സോഫ്റ്റായും വരും. അതുപോലെ നമ്മുടെ റൈസ് കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, വിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ 3/4 ഭാഗത്തോളം മാത്രം റൈസ് വേവിച്ചിട്ട് വേണം ദം ചെയ്യാൻ. ഒത്തിരി വേവിച്ചിട്ട് ചേർക്കരുത് കേട്ടോ, അപ്പോൾ ആകെ റൈസൊക്കെ വെന്തുടയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, റൈസൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കട്ടോ, അടി പിടിക്കുന്ന പേടിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയ ബിരിയാണിയാണ്. ഇനിയിപ്പോൾ വൈറ്റ് കളറിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്